ഭരിക്കുന്നതിന് പകരം കേന്ദ്ര സർക്കാരിനെയും പ്രധാനമന്ത്രിയും പുലഭ്യം പറയുക എന്ന മിനിമം പരിപാടിയായിരുന്നു കെജ്രിവാളും മറ്റ് നേതാക്കളും ഡൽഹിയിൽ പിന്തുടർന്നത്. 2015-ൽ 70-ൽ 67 സീറ്റുമായി അധികാരത്തിൽ വന്ന കെജ്രിവാളിന്റെ വ്യക്തിപരമായ പരാജയം കൂടിയാണത്. ഈ പശ്ചാത്തലത്തിൽ കെജ്രിവാൾ രാജിവെക്കണമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ മനോജ് തിവാരി ആവശ്യപ്പെട്ടു. ഡൽഹി ലഫ്റ്റനന്റ് ഗവർണറുമായി എന്നും തർക്കത്തിനും വഴക്കിനും പോകുക എന്നതായിരുന്നു കെജ്രിവാളിന്റെ പ്രധാന ജോലി. ഡൽഹി ഭരിക്കാൻ കൂടുതൽ അധികാരം വേണമെന്നാണ് കെജ്രിവാളിന്റെ വാദം. രാജ്യ തലസ്ഥാനമെന്ന നിലയിൽ പൂർണ്ണ സംസ്ഥാന പദവിയില്ലാത്ത സംസ്ഥാനമാണ് ഡൽഹി. എന്നാൽ ഇതേ അധികാരങ്ങളുമായിട്ടാണ് BJP നേതാക്കളായ മദൻലാൽ ഖുറാനയും സാഹിബ് സിംഗ് വർമ്മയും പിന്നീട് 15 കൊല്ലം കോൺഗ്രസിലെ ഷീലാ ദീക്ഷിതും ഡൽഹി ഭരിച്ചത്. അന്നൊന്നുമില്ലാത്ത അധികാരക്കുറവും തർക്കവുമാണ് കെജ്രിവാൾ പരാതിപ്പെടുന്നത്. രജൌരി ഗാർഡനിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ ആപ്പിന് കെട്ടിവെച്ച കാശ് പോയപ്പോൾ തന്നെ ചുവരെഴുത്ത് വ്യക്തമായിരുന്നു. 10 കൊല്ലത്തെ മുനിസിപ്പൽ ഭരണത്തിന്റെ മെച്ചമല്ല BJPയെ വീണ്ടും അധികാരത്തിലെത്തിക്കുന്നത്. കുന്നുകൂടി കിടക്കുന്ന മാലിന്യങ്ങളും കുടിവെള്ളക്ഷാമവും അടക്കമുള്ള പ്രശ്നങ്ങൾ BJPയെ തോൽപ്പിക്കാൻ മതിയായ കാരണങ്ങളായിരുന്നു. എന്നാൽ സ്ഥാനാർത്ഥിയേക്കാൾ മോദിയുടെ പ്രതിച്ഛായയാണ് ഡൽഹിയിലെ BJPയുടെ വിജയത്തിന് പിന്നിലെന്ന് പാർട്ടി നേതാക്കൾ അവകാശപ്പെടുന്നു. മാതൃഭൂമി ന്യൂസ്, ഡൽഹി.